സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും സുപ്രഭാതം, നല്ല നമസ്കാരം. ഞാൻ കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ. ഫിഫ വേൾഡ് കപ്പ് മഹാമഹം അല്ലെങ്കിൽ ലോക ഫുട്ബോളിൻ്റെ മാമാങ്കം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് രാവിലെ ആദ്യത്തെ സെമി ഫൈനൽ മത്സരമാണ് നടന്നത്. ടൂർണമെൻറ്റിലെ ഏറ്റവും ഫേവറേറ്റായ, ഏറ്റവും ശക്തരായ ഫ്രാൻസിനെ സ്പെയിൻ അട്ടിമറിച്ചു, 2-0 തോൽപ്പിച്ചു. അങ്ങനെയാണ് ഞാനതിനെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ടൂർണമെൻറ്റിലെ ആദ്യത്തെ കളി മുതൽ ഇന്നലെ വരെയുള്ള എല്ലാ കളിയും കണ്ടതാണ് ഞാൻ. 1982 വേൾഡ് കപ്പ് മുതൽ ഇതുവരെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കളിയും കാണുന്നതാണ്. അപ്പം എൻ്റെ ഒരു വിലയിരുത്തലിൽ എനിക്ക് മനസ്സിലായത്, ഇപ്പം ഈ ഇന്നലെ കളിച്ച ഫ്രാൻസ് അല്ല, ഇതുവരെ കളിച്ച ഫ്രാൻസിനെ തോൽപ്പിക്കാനായിട്ട് ഈ ടൂർണമെൻറ്റിൽ നല്ലൊരു ടീമുണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ച നിമിഷമാണ്. ഞാൻ ഓൾറെഡി ഈ കളിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിനാണ് എഡ്ജ്, ഫ്രാൻസ് ജയിക്കുമെന്ന്. ഞാൻ പറഞ്ഞ എല്ലാം സത്യമായിട്ടൊന്നുമില്ല. ഇതിനു മുമ്പ് ബ്രസീൽ എഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞു, ജയിച്ചില്ല. അങ്ങനെ പല കളികളിലും പലർക്കും ഞാൻ എഡ്ജ് പറഞ്ഞു. 1-2 മത്സരങ്ങളുടെ ഫലം മാത്രമേ ഉള്ളൂ മാറി വന്നിട്ടുള്ളത്. അപ്പം അതനുസരിച്ചിട്ട് ഫ്രാൻസ് വളരെ കംഫർട്ടബിളായിട്ട് ജയിക്കേണ്ടതാണ്. സ്പെയിനാണെങ്കിൽ കഷ്ടപ്പെട്ടൊക്കെ ജയിച്ച് വന്നതാണ്. അവർ ആദ്യത്തെ കളിയിൽ ഗവോട്ടിനൊക്കെ ആയിട്ട് സമനില പിടിച്ച്, പക്ഷേ നോക്കൗട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പയ്യെ വളരെ ശക്തരായിട്ട് വന്നതാണ്. അവർക്ക് നല്ലൊരു സ്ട്രൈക്കർ പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഇത്രയും താരനിബിഡമായ ഒരു ഫ്രാൻസിനെ ശരിക്കും പറഞ്ഞാൽ സ്പെയിൻ ഔട്ട്പ്ലേഡ് ഫ്രാൻസ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നുള്ളതാണ്. ഈ ടൂർണമെൻറ്റിൽ ഏതെങ്കിലും ഒരു ടീമിന് ഫ്രാൻസിനെ കഷ്ടപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് സ്പെയിൻ മാത്രമായിരുന്നു. അതെനിക്കറിയിച്ചിട്ടുണ്ടെങ്കിൽ പൊസിഷൻ ഫുട്ബോൾ കളിക്കുന്നതാണ്. ടിക്കി ടാക്കൊക്കെ നിർത്തിയെങ്കിലും അവർ ഏറ്റവും കൂടുതൽ പൊസിഷൻ വെച്ച് കളിച്ച് സമയം കിട്ടുമ്പോൾ, അവസരം കിട്ടുമ്പോൾ ഗോൾ അടിച്ച് ജയിക്കുന്ന ടീമാണ്. ആ ഒരു അതേപോലുള്ളൊരു ടീമിനെ ഫ്രാൻസിന് തോൽപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ തോൽപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇന്നലെ കണ്ടത് ഈ ടൂർണമെൻറ്റിലുടനീളം ഏറ്റവും ഭംഗിയായി കളിച്ച, ഏറ്റവും ലോകത്തിലെ ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അറ്റാക്കിംഗ് നിരയാണ്. ഈ പറയുന്ന പോലെ കെലിയൻ എംബാപ്പെ, ഡെംബലെ, ഒലീസെ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവരുടെ മിഡ്ഫീൽഡ് മൊത്തം കുളമായി. ഇതിൽ ഞാൻ അഭിനന്ദിക്കണ ശരിക്കും പറഞ്ഞാൽ സ്പെയിനിൻ്റെ കോച്ചിനെ. അയാളുടെ തന്ത്രം വളരെ നന്നായിട്ട് ഫലം കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു തന്ത്രമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ മിഡ്ഫീൽഡിൽ അവരുടെ ഗോള് ഫ്രാൻസിൻ്റെ ഏതെങ്കിലും ഒരു കളിക്കാരൻ്റെ അടുത്തോട്ട് ബോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം കളിക്കാർ വന്നിട്ട് അത് അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്യണേ. അവർക്ക് ആ പന്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല. ഒലീസയ്ക്കൊക്കെ പന്ത് കിട്ടണുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു പന്ത് കിട്ടിയാൽ തന്നെ അപ്പം തന്നെ അത് റാഞ്ചി കൊണ്ടുപോകണേ. അവസാനം ഒലീസേനെ ആദ്യമായിട്ട് ഈ ടൂർണമെൻറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡെംബലയും അതേപോലെ തന്നെയായിരുന്നു. കിട്ടുന്ന ബോൾ മുഴുവനും 2 ടച്ചിൽ പുറത്ത് പോണേ. ഒന്നില്ല അയാളും കളയും, അല്ലെങ്കിൽ മിസ്പാസ് ചെയ്ത് കളയും, അല്ലെങ്കിൽ ആരെങ്കിലും സ്പെയിൻകാർ റാഞ്ചി കൊണ്ടുപോകും. അവരുടെ മിഡ്ഫീൽഡേഴ്സും എല്ലാവരും ആ പാടെ എന്തെങ്കിലുമൊക്കെ കാണിച്ചതായിട്ട് തോന്നിയത് ഈ പറയുന്ന പോലെ എംബാപ്പെ മാത്രമേ ഉള്ളൂ. പക്ഷേ എംബാപ്പെ എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഫുട്ബോൾ കളിക്കണ താരങ്ങളിൽ ഏറ്റവും ബെസ്റ്റ്. ഈ കളി തോറ്റാൽ തന്നെ എംബാപ്പയാണെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. എംബാപ്പയുടെ പ്രായത്തിൽ മെസ്സിയോ റൊണാൾഡോയോ ഒക്കെ അയാളെക്കാളും നന്നായിരിക്കും. പക്ഷേ ഇപ്പം നിലവിൽ കളിക്കുന്നവരിൽ ഏറ്റവും ബെസ്റ്റ് എംബാപ്പയാണ്. പക്ഷേ ഒരു എംബാപ്പെ വിചാരിച്ചാൽ കളി ജയിക്കില്ല. ഇനി ഈ കളി ജയിക്കാനുള്ള മെയിൻ കാരണം ഫ്രാൻസിൻ്റെ ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഇൻഡിവിജ്വൽസ് ആയിരുന്നു, വളരെയധികം താരങ്ങളായിരുന്നു.
താരങ്ങളുടെ ഒരു കൂട്ടമാണ് കളിച്ചത്. ഇതുവരെയുള്ള കളിയിൽ ഏകപക്ഷീയമായിട്ട് എല്ലാ ടീമുകളെയും തോൽപ്പിച്ച് മുന്നോട്ട് വന്നു. നല്ലൊരു ഓപ്പണൻറ്റ് ആദ്യമായിട്ട് കിട്ടിയ ഇന്നലെയാണ്. അവരുടെ മുമ്പിൽ ഇവർ കളി മറന്നു. സ്പെയിനും ഫ്രാൻസുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്പെയിന് ഒരു ടീമായിട്ടാണ് കളിക്കുന്നത്, അവിടെ ഇൻഡിവിജ്വൽസ് ഇല്ല. അത് ഇന്നലത്തെ കളിയിൽ നമുക്ക് മനസ്സിലായി. ഒരു ഇൻഡിവിജ്വൽസ് ഇല്ല, എല്ലാവരും ഒരുമിച്ച് ഒരു യന്ത്രമായിട്ടാണ് അവർ കളിച്ചത്. ഫ്രാൻസിൻ്റെ ഒരു കളിക്കാരന് പോലും അത് എന്താ പറയണ, ബോള് ഒരു 10-20 സെക്കൻഡിൽ കൂടുതൽ വെക്കാൻ പറ്റിയില്ല. അവസാന നിമിഷങ്ങളിലാണ് ഒരു പൊരിഞ്ഞ പരിപാട്ടം നടത്തി മാക്സിമം ഒരു 2 ഗോൾ വീണതിന് ശേഷം പോയിട്ടൊരു ഗോൾ അടിക്കാൻ മാക്സിമം ശ്രമിച്ചു. അവരുടെ ഗോൾ കീപ്പറൊക്കെ അടിപൊളിയാണ്. പക്ഷേ ഫ്രാൻസ് ഈവൺ അത് ഈക്വലൈസ് ചെയ്ത് ഷൂട്ട് ഔട്ടിലോട്ടൊക്കെ പോയിരുന്നു വെച്ചെങ്കിൽ ഫ്രാൻസ് തോക്കുമായിരുന്നു. ഈ ടൂർണമെൻറ്റിൽ കളിക്കണ ഏറ്റവും മോശമായിട്ടുള്ള ഗോൾ കീപ്പർ ഉള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിനാണ്. അത് കഴിഞ്ഞ വേൾഡ് കപ്പിലും കണ്ടതാണ്. അയാളെ തന്നെ ഇപ്രാവശ്യം കൊണ്ടുവന്നത്. അവർക്ക് വേറെ ഒരു ഗോൾ കീപ്പർ ഇല്ലെന്നുള്ളതാണ് സത്യം. ഫ്രാൻസ് ഒരു എന്താ പറയണ, കുറേ താരങ്ങളുടെ കൂട്ടായ്മയാണ്. പക്ഷെ അവരൊരു ടീമായിട്ട് കളിക്കാനായിട്ട് അവർ ഫെയിലായി. 2018 ഒരു ടീമായിട്ട് കളിച്ച് അവർ ജയിച്ചു. 2022 അതുപോലെ തന്നെ ഈ 2026 ഒരു ടീമായി കളിക്കണതിൽ ഫെയിലായി. സ്പെയിന് ഒരു ടീമായി കളിച്ചു. വലിയ കളിക്കാരൊന്നുമില്ല. ആ പടം എല്ലാവരും പറയുന്ന ഒരു പേരെന്ന് പറഞ്ഞാൽ യമാലാണ്. യമാലിനൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഫ്രാൻസിൻ്റെ ഡിഫൻഡർ ഒരു മണ്ടത്തരം കാണിച്ചതിൻ്റെ കെയർ ഓഫിൽ യമാലിന് ഒരു പെനാൽറ്റി കിട്ടി. തുടക്കത്തിൽ അവർക്കൊരു ഗോള് കിട്ടാൻ പറ്റിയെന്നല്ലാതെ വലിയ കാര്യമായിട്ടേ ഇല്ല. പക്ഷേ യമാലിനെ സമ്മതിക്കണം. യമാലിനെ ഞാൻ ഇന്നലെ കണ്ടതാണ്. എംബാപ്പേനെയാണ് പുള്ളി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എംബാപ്പനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യമാല് കിടന്ന് ഓരോ പ്രാവശ്യം കളിച്ചത് നമ്മൾ കണ്ടതാണ്. ഇന്നലെ 19 വയസ്സായ കുട്ടിക്ക് എംബാപ്പനെ പോലെ ഒരാളെ എന്താ പറയുക ഡിഫെൻഡ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വലിയതാണ്. അയാളുടെ ഭാവി നമുക്കിനി കാണാം. എംബാപ്പെ ഇതേപോലെ തന്നെ 2018 വേൾഡ് കപ്പിൽ പയ്യനായിട്ട് വന്ന് ഗോളടിച്ച് കപ്പടിച്ചതാണ്. ഇപ്രാവശ്യം യമാൽ ഒരു പുതിയ താരത്തിൻ്റെ ഉദയം, അതേ ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇന്നത്തെ കളിയിലോട്ട് പോവാം. നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിലാണ് കളി. പക്ഷേ ഇവരുടെ കളിയിലോട്ട് വരുമ്പോൾ ചെറിയ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ 5 കളികളാണ് വേൾഡ് കപ്പിൽ കളിച്ചേക്കുന്നത്. 1962 അർജൻറ്റീനനെ വളരെ നിസ്സാരമായിട്ട് അവർ 3-1 തോൽപ്പിച്ചു. ആ കളി വരെയൊന്നും പ്രശ്നമൊന്നുമില്ല. 1966 ആയി കഴിഞ്ഞപ്പോൾ അതൊരു പൊളിറ്റിക്കലായി. അന്ന് ഇംഗ്ലണ്ടിലാണ് കളി നടന്നത്. അന്ന് 1966 എന്ന് പറഞ്ഞാൽ സൗത്ത് അമേരിക്കൻ കൺട്രിയിലെ എല്ലാ ടീമുകളെയും ഫൗളും സ്വാധീനങ്ങളും ഉപയോഗിച്ച് പുറത്താക്കുക ചെയ്തത്. അത്രയും വൃത്തികെട്ട കളിയാണ്. ഒരു ടൂർണമെൻ്റാണ് 1966 ഇംഗ്ലണ്ടിൽ അരങ്ങേറിയത്. സൗത്ത് അമേരിക്കൻ കൺട്രികളിൽ നിന്നുള്ള ബ്രസീൽ ഇതിനെയൊക്കെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ ഫൗളും കുന്തമൊക്കെ ചെയ്ത് പുറത്താക്കി. ക്വാർട്ടർ ഫൈനലിൽ വരെ എത്തിയത് അർജൻറ്റീനയാണ്. അർജൻറ്റീനനെ എന്താ പറഞ്ഞാൽ അവരുടെ ക്യാപ്റ്റന് റെഡ് കാർഡ് ഇട്ട് പുറത്താക്കിയിട്ടാണ് അവർ ആ കളി ജയിച്ചത്. 86 വന്നപ്പോഴത്തേക്കും എന്താ പറയണ മറഡോണയുടെ കൈകൊണ്ടുള്ള ഗോള്, ഹാൻഡ്സ് ഓഫ് ഗോഡ് എന്നും പറഞ്ഞൊക്കെയുള്ള കണ്ടതാണ്. പക്ഷേ 86 ആ കളിക്ക് വരുന്നതിന് മുമ്പ് 82 ഈ ബ്രിട്ടീഷുകാർ പോക്കൃത്തരം കാണിച്ച് അവരുടെ അർജൻറ്റീനയുടെ അധീനതയിലുള്ള ഒരു ദ്വീപ് പിടിച്ചടക്കി അവിടെയുള്ള കുറേ 10,000 അർജൻറ്റീനക്കാരെ കൊന്ന് അതിനൊക്കെ ശേഷം നടക്കണ 86 വേൾഡ് കപ്പാണ്. കൈ കൊണ്ടൊരു ഗോൾ അടിച്ചു കഴിഞ്ഞാലും ആ ടൂർണമെൻറ്റുകളിലെ ഏറ്റവും ബെസ്റ്റ് ഗോള് അതിനുശേഷം മറഡോണ അടിച്ചിട്ടാണ് അവരെ തോൽപ്പിച്ചത്. അതിനുശേഷം അവർ കപ്പ് ഉയർത്തിയത്.
തൊട്ട് 1998 നടന്ന മത്സരത്തിൽ ഒരു കാരണം എന്താ പറയണ, അർജൻറ്റീനയുടെ ഒരു കളിക്കാരൻ ഡേവിഡ് ബെക്കാമിനെ ഫൗൾ ചെയ്തു. അയാൾ തിരിച്ചെന്തോ ചെയ്തു, ബെക്കാമിനെ റെഡ് കാർഡ് കിട്ടി പുറത്താക്കി. അങ്ങനെയാണ് അർജൻറ്റീന അന്നത്തെ പ്രീ ക്വാർട്ടറിൽ ജയിച്ചത് 98. 2002 ബെക്കാം തന്നെ കളിച്ചിട്ട് അവരെ തോൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ എന്താ പറയണ, ഇന്ത്യ പാകിസ്ഥാൻ പോലെയൊന്നുമല്ല, ഇംഗ്ലണ്ടുകാരും അർജൻറ്റീനക്കാരും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കളിക്കളത്തിലല്ലാതെ പൊളിറ്റിക്കലായിട്ട് ചെറിയ വീറും വൈരാഗ്യമൊക്കെ ഉള്ള ടീമാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ ഫുട്ബോൾ ഗ്രൗണ്ടിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നടക്കുന്ന രണ്ടാമത്തെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടും അർജൻറ്റീനയും തമ്മിൽ മത്സരിക്കുമ്പോൾ ആ ഒരു വികാരം കളിക്കാരുടെ മനസ്സിൽ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ബെക്കാം പോലെയുള്ള ആൾക്കാരൊക്കെ ഗാലറിയിലിരുന്ന് കളിയും കാണുന്നുണ്ടാവും. മറഡോണ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വന്നാനാ, അദ്ദേഹം ഇല്ല. അല്ലെങ്കിൽ ഇതുവരെ നടന്ന വേൾഡ് കപ്പ് അയാൾ ജീവിച്ചിരുന്നപ്പോൾ അർജൻറ്റീന കളിക്കണ എല്ലാ സ്ഥലത്തും പുള്ളി ഉണ്ടാകാറുണ്ട്. പിന്നെ ഇതുവരെയുള്ള ഈ കളിയിൽ ഇംഗ്ലണ്ടിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗാനയായിട്ട് സമനില പിടിച്ച് കഷ്ടപ്പെട്ടിട്ട് നോക്കൗട്ടിൽ വന്നത്. നോക്കൗട്ടിൽ കോങ്കോയായിട്ട് വിറച്ച് നിലവിളിച്ചിട്ടാണ് 2-1 ജയിച്ചത്. അതുപോലെ തന്നെ മെക്സിക്കോ ആയിട്ട് കളിച്ച് കഴിഞ്ഞപ്പോഴും കുറേ വേർത്ത് 3-2 ജയിച്ചത്. ക്വാർട്ടർ ഫൈനലിൽ നോർവേ ആയിട്ട് മാത്രമാണ് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് 2-1 ജയിച്ചത്. അർജൻറ്റീന നേരെ തിരിച്ചാണ്. അർജൻറ്റീന ഗ്രൂപ്പ് ഘട്ടത്തിൽ ആധികാരികമായി എല്ലാ ടീമിനെയും തോൽപ്പിച്ചാൽ വന്നത്. വലിയ കാര്യമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ടീമൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും അവർ ആദ്യത്തെ ഗ്രൂപ്പ് ഘട്ടത്തിൽ അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ എല്ലാത്തിനെയും 3-1, 2-0, 3-0 തോൽപ്പിച്ചാൽ വന്നത്. പക്ഷേ നോക്കൗട്ട് മുതൽ അർജൻറ്റീന അവർക്കെതിരെ മത്സരിച്ച തീരെ ദുർബലമായ എല്ലാ ടീമുകൾക്കെതിരെയും നന്നായിട്ട് വേർത്ത്, ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ എയറിലാക്കി തോൽവിയുടെ അറ്റത്തുനിന്ന് തിരിച്ചു വന്ന് ജയിച്ചതാണ്. കേപ്പ് വെർദെ ആയിട്ടുള്ള കളി 3-2, ഈജിപ്റ്റായിട്ടുള്ള കളി 3-2, സ്വിറ്റ്സർലാൻഡായിട്ടുള്ള കളി, എല്ലാത്തിലും അർജൻറ്റീന ശരിക്കും വിറച്ചു അവസാന നിമിഷം കഷ്ടിച്ച് ജയിച്ചു വന്നതാണ്. അപ്പോൾ നല്ല പ്രഷർ സിറ്റുവേഷനിൽ കളിക്കാനായിട്ട് രണ്ട് ടീമിനും ഇതുവരെ ഉള്ള കളികളിൽ ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ അപ്പർ എഡ്ജുള്ളത് അർജൻറ്റീനക്കാണ്. ഇംഗ്ലണ്ടിനും കോങ്കോയും മെക്സിക്കോയും നോർവേയൊക്കെ ആയിട്ട് കളിച്ചപ്പോൾ ആ സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ അർജൻറ്റീനയുടെ അത്രയും പ്രശ്നമില്ല. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ അർജൻറ്റീന മെസ്സിയുടെ ചുറ്റും കളിക്കുന്ന ഒരു ടീമാണ്. മെസ്സിയാണ് അവരുടെ ക്യാപ്റ്റൻ, മെസ്സിയാണ് അവരുടെ ഏറ്റവും ബെസ്റ്റ് കളിക്കാരൻ. തുടക്കത്തിൽ മെസ്സി തന്നെയായിരുന്നു 8 ഗോൾ അടിച്ചേക്കണ. ഈ പറയണ എല്ലാത്തിലും മെസ്സി തന്നെയായിരുന്നു. അവസാന നിമിഷമാണ് ഈ പറയണ, അത് അവർക്ക് നല്ലൊരു ഗുണം ചെയ്യുന്നുണ്ട്. മെസ്സിയുടെ അതായത് അർജൻറ്റീന ടീമിൽ അവസാനത്തെ നോക്കൗട്ട് ഘട്ടത്തിലായി കഴിഞ്ഞപ്പോൾ കുറേ കളിക്കാർ നല്ല രീതിയിൽ അവരുടെ ഫോമിലോട്ട് വന്നിട്ടുണ്ട്. അതിൽ ഹൂലിയൻ അൽവാരസ് കഴിഞ്ഞ 2 കളിയിലായിട്ട് നല്ല രീതിയിൽ, ഇപ്പം അർജൻറ്റീന ഗോൾ അടിച്ചില്ലെങ്കിലും നമുക്ക് സെപ്പറേറ്റ് ആൾക്കാരുണ്ട്. അൽവാരസ് ഉണ്ട്, നിക്കോ ഗോൺസാൽവസ് ഉണ്ട്, എൻസോ ഫെർണാണ്ടസ് ഉണ്ട്, ലിയാൻഡ്രോ പെരേസ് ഉണ്ട്, അലക്സിസ് മെക്കാലിൻ ഉണ്ട്. പിന്നെ മധ്യനിരയിൽ ക്രിസ്ത്യൻ റൊമേറോ, ലിസാൻഡ്രോസ്. ഡിഫൻഡേഴ്സായിട്ട് നഹൂൽ മോളിന, നിക്കോളോസ്. അതായത് ആദ്യത്തെ ഈ പറയണ ഗ്രൂപ്പ് സ്റ്റേജിൽ മെസ്സിയുടെ ഒരൊറ്റ കെയർ ഓഫ് കൊണ്ടും മാത്രം ജയിച്ചതാണ്. റൗണ്ട് ഓഫ് 32 മെസ്സിയുടെ കെയർ ഓഫിൽ ജയിച്ചാണ്. പിന്നീട് പ്രീ ക്വാർട്ടറിലും ക്വാർട്ടറിലും അവരുടെ ഓരോരോ കളിക്കാർ ഫോമിലോട്ട് വന്ന് ഇപ്പോൾ അർജൻറ്റീനയിൽ മെസ്സി ഗോൾ അടിച്ചില്ലെങ്കിലും കളി ജയിക്കുന്ന ഒരു സ്ഥിതിയിലോട്ട് അർജൻറ്റീന വന്നിട്ടുണ്ട്. അതാണ് ഒരു വ്യത്യാസം. അതുപോലെ തന്നെ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ
ഇംഗ്ലണ്ട് മോശമൊന്നുമല്ല. ഇംഗ്ലണ്ടിലും എല്ലാം അടിപൊളി കളിക്കാർ ഓൾറെഡി തുടക്കം മുതലേ ഉണ്ട്. അവരുടെ ഏത് കാലഘട്ടത്തിലെ കളിക്കാരെ എടുത്തു കഴിഞ്ഞാലും താരങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. ഈ പറയണ ഹാരി കെയ്നും ബെല്ലിംഗ്ഹാമൊക്കെ 6 ഗോൾ അടിച്ചിട്ട് മുന്നിലുണ്ട്. അതല്ലാതെ തന്നെ എല്ലാം നല്ല നല്ല കളിക്കാരാണ്. അപ്പോൾ ഈ കളി ടൈറ്റായിരിക്കും. ശക്തരായ ടീമുകളാണ്. ഞാനിത്തിരി അപ്പറടിച്ചു കൊടുക്കുന്നത് അർജൻറ്റീനക്കാണ്. പക്ഷെ ഇന്നലെ പറഞ്ഞതുകൊണ്ട് അത് ഉറച്ചു പറയാനായിട്ട് നിർവാഹമില്ല. എന്താ പറയുക, രാഷ്ട്രീയവും വൈകാരികവും അങ്ങനെ എല്ലാം കൊണ്ടും പ്രത്യക്ഷമായ ഒരു കളിയാണ്. ആകെപ്പാടെ എൻ്റെ ഒരു ആഗ്രഹം ഇതിൻ്റെ അകത്ത് റെഫറിയുടെ ഇടപെടലുകളും ഫേവറിസം ഒന്നും ഇല്ലാണ്ട് പരസ്പരം നന്നായി കളിച്ച് ഏറ്റവും നന്നായിട്ട് കളിക്കുന്നവർ ജയിക്കട്ടെ. ഓക്കെ, നന്ദി, നല്ല നമസ്കാരം.